2 കോരിന്തോസ് അധ്യായം 10. 10-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 18. 10-ാം അധ്യായത്തിൻ്റെ ശീർഷകമെന്ത്? പൗലോസിൻ്റെ ന്യായവാദം. പൗലോസിനെക്കുറിച്ച് കോരിന്തോസുകാർ എന്ത് കരുതുന്നുവെന്നാണ് 10:1 പറയുന്നത്. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയും. പൗലോസ് എന്തിൻ്റെ പേരിൽ കോരിന്തോസുകാരോട് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് 10:1 പറയുന്നത്. ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ. ഞങ്ങളെ എങ്ങനെ കരുതുന്നവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസമുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. ജഡികന്മാരായി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്തിന് ഇടവരുത്തരുത് എന്നാണ് പൗലോസ് അഭ്യർത്ഥിക്കുന്നത്. ധൈര്യം പ്രകടിപ്പിക്കാൻ. തങ്ങൾ ജീവിക്കുന്നത് എന്തിലാണെന്നാണ് പൗലോസ് പറയുന്നത്. ജഡത്തിൽ. എന്ത് പോരാട്ടമല്ല പൗലോസ് നടത്തുന്നത്? ജഡിക പോരാട്ടം. ഞങ്ങളുടെ സമരായുധങ്ങൾ എന്തല്ല എന്നാണ് പൗലോസ് പറയുന്നത്. ജഡികമല്ല. ഞങ്ങളുടെ സമരായുധങ്ങൾ ദൈവത്തിൽ ശക്തങ്ങളാണ്. എന്തിന്? ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ. 10:5 ഞങ്ങൾ എന്തെല്ലാം തകർക്കുന്നുവെന്നാണ് പറയുന്നത്. 1. ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങൾ. 2. ഔദ്ധ്യത്യപൂർണമായ പ്രതിബന്ധങ്ങൾ. എന്തിനു വേണ്ടിയാണ് പൗലോസ് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത്? ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം ഞങ്ങൾ എന്തിന് സന്നദ്ധരായിരിക്കുകയാണെന്നാണ് 10:6 പറയുന്നത്. അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ. നിങ്ങൾ എന്ത് കാണുക എന്നാണ് 10:7 പറയുന്നത്. കൺമുമ്പിലുള്ളത്. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ എന്ത് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് പറയുന്നത്. ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന്. ഏത് കാര്യത്തെപ്പറ്റി കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ലെന്നാണ് പൗലോസ് പറയുന്നത്. അധികാരത്തെപ്പറ്റി. എന്തിനാണ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്? നിങ്ങളെ പടുത്തുയർത്താൻ. എന്തിനല്ല ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്? നശിപ്പിക്കാനല്ല. ആരാണ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്? കർത്താവ്. നിങ്ങൾ എന്നെ എങ്ങനെ കണക്കാക്കരുതെന്നാണ് പറയുന്നത്? ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി. 10:10 പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്. ഈടുറ്റതും ശക്തവുമാണ്. പൗലോസിൻ്റെ ശാരീരിക സാന്നിധ്യം എങ്ങനെയെന്നാണ് ചിലർ പറയുന്നത്? അശക്തം. പൗലോസിൻ്റെ ഭാഷണം എങ്ങനെയെന്നാണ് ചിലർ പറയുന്നത്? മനസ്സിലേശാത്തത്. എന്തു തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് 10:11 പറയുന്നത്? അകലെ ആയിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ്. ആരുടെ ഗണത്തിൽപ്പെടാൻ ഞങ്ങൾ തുനിയുന്നില്ലെന്നാണ് 10:12 പറയുന്നത്? ആത്മപ്രശംസ നടത്തുന്നവരുടെ. ഞങ്ങളെ ആരോട് താരതമ്യം ചെയ്യാൻ തുനിയുന്നില്ലെന്നാണ് പറയുന്നത്? ആത്മപ്രശംസ നടത്തുന്നവരോട്. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികൾ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ആത്മപ്രശംസ നടത്തുന്നവരെക്കുറിച്ച്. ഞങ്ങൾ എങ്ങനെ ആത്മപ്രശംസ ചെയ്യുകയില്ലെന്നാണ് പറയുന്നത്? അതിര് കടന്ന്. ആര് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കുമെന്നാണ് പറയുന്നത്? ദൈവം. ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടും. ആര്? കോരിന്തോസുകാർ. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ എന്തു ചെയ്യാൻ ഉദ്യമിക്കുകയല്ല എന്നാണ് 10:14 പറയുന്നത്. കൈയെത്തിച്ച് പിടിക്കാൻ. എന്തുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് 10:14 പറയുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി. എന്ത് സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് 10:15 പറയുന്നത്. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം. നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം എങ്ങനെ പൂർവോപരി വികസിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച്. അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് 10:16 പറയുന്നത്. സുവിശേഷം പ്രസംഗിക്കാൻ. 10:17 വാക്യം എഴുതുക. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. 10:18 അനുസരിച്ച് ആരാണ് സ്വീകാര്യൻ? കർത്താവ് പ്രശംസിക്കുന്നവൻ.